കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ഫുഡ് പൈപ്പ് അഥവാ അന്നനാളത്തിലോട്ട് പോവുക എന്നുള്ളത് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. അങ്ങനെ പോകാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവയവമാണ് ലാരിങ്സ് അഥവാ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വോയിസ് ബോക്സ്. ഈ ലാരിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു വോയിസ് ബോക്സ് ആയിട്ട് മാത്രമാണ് കരുതുണ്ടാവുക. എന്നാൽ ലാരിങ്സിന് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് എയർവേ, ഓഫ് കോഴ്സ്, അതിൽ കൂടെയാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന എയറൊക്കെ എടുക്കുന്നത്. അതുകൂടാതെ ഈ ഭക്ഷണം കഴിക്കുന്നത് ഫുഡ് പൈപ്പിലോട്ട് തന്നെ പോവുക, ഈ ശ്വാസനാളത്തിലൂടെ ശ്വാസകോശത്തിൽ എത്താതിരിക്കാനായിട്ടുള്ളൊരു ഫംഗ്ഷനും കൂടി ഉണ്ട് ലാരിങ്സിന്. അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വോക്കൽ കോഡ്സ് ഭക്ഷണം ഇറക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അടയണം, അതിൻ്റെ മുകളിലുള്ള വെൻട്രിക്കുലർ ബാൻഡ്സ് അടയണം, അരിയെപ്പിഗ്ലോട്ടിക് ഫോൾസ് അടയണം, പിന്നെ ഈ മേളിലുള്ള എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വന്നിട്ട് ലിഡ് പോലെ അടയണം. ഇതൊക്കെ കൂടാതെ ഈ വോയിസ് ബോക്സ് മൊത്തമായിട്ട് പൊന്തും, എലിവേറ്റ് ചെയ്യും. എലിവേറ്റ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ നാവിൻ്റെ പിൻഭാഗം പിന്നിലോട്ട് വരുന്നുണ്ടോ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫുഡിനെ. ആ പുഷ് ചെയ്യുമ്പോൾ ഈ ലാരിങ്സ് നാവിൻ്റെ അടിയിൽ പോയിട്ട് ഒളിച്ചിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഭക്ഷണം ഇറക്കുന്നത് ഒരിക്കലും ശ്വാസനാളത്തിൽ കൂടെ ശ്വാസകോശത്തിൽ എത്തില്ല, കൃത്യമായിട്ടത് അന്നനാളത്തിലോട്ട് തന്നെ പോകും.